ഏതെങ്കിലും ഒരു വ്യക്തി, റോഡിലൂടെ പോകുന്നൊരു വ്യക്തി ഇങ്ങ് വിളിക്കുക, നിർത്തുക, മുമ്പിൽ നിർത്തുക. ആ വ്യക്തിയുടെ പുറകിൽ സ്പിരിച്വലി നമ്മൾ നോക്കുമ്പോൾ, ആത്മീയമായി നമ്മൾ ഡിസേൺ ചെയ്യുകയാണെങ്കിൽ, വിവേചിക്കുകയാണെങ്കിൽ, ആ വ്യക്തിയുടെ പുറകിൽ തൻ്റെ മാതാപിതാക്കന്മാർ, അവരുടെ മാതാപിതാക്കന്മാർ, പൂർവ്വപിതാക്കന്മാർ, അവരുടെ എല്ലാം ആത്മീയമായ ചില ബാക്ക്ഗ്രൗണ്ടുകൾ, പശ്ചാത്തലങ്ങൾ പുറകിലേക്ക് പല ലെയറുകളായി കിടപ്പുണ്ടായിരിക്കും. അപ്പോൾ നൂറ്റാണ്ടുകളായി കൈമാറി കിട്ടിയ പലതിൻ്റെയും ഒരു പശ്ചാത്തലത്തിലാണ് ഒരു വ്യക്തി ഈ ഭൂമിയിൽ ജീവിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ തലമുറകളായുള്ള ശാപങ്ങൾ ഈ പല കുടുംബങ്ങളിലും ഇങ്ങനെ ഓരോരോ തലമുറകളിൽ പാസ് ഓൺ ചെയ്തു പോകുമ്പോൾ പലപ്പോഴും അവരനുഭവിക്കുന്ന ശാപങ്ങളുടെ ഒരു ആകത്തുക പലതരത്തിൽ പ്രതിഫലിക്കാറുണ്ട്. ഒരു തരത്തിലും രക്ഷപ്പെടാൻ കഴിയാതെ ഇങ്ങനെ കുടുംബങ്ങളിൽ കിടന്ന് സർക്കുലേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ സംശയിക്കണം, തലമുറകളായുള്ള ശാപങ്ങൾ ആ കുടുംബത്തിൽ പ്രവർത്തിക്കുന്നുണ്ടോ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, മാതാപിതാക്കന്മാർ പാപം ചെയ്താൽ മക്കൾ ശപിക്കപ്പെടുമോ? ഒത്തിരി പേരുടെ ഒരു സംശയമാണ് ആ ഒരു വിഷയം. അതിനോടനുബന്ധിച്ചുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇന്ന് ഡിസ്കസ് ചെയ്യും. അതുകൊണ്ട് ഒരു കാരണവശാലും ഇടയ്ക്ക് വെച്ച് സ്റ്റോപ്പ് ചെയ്യരുത്, മുഴുവൻ കാണുക, മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുകയും ചെയ്യണം. ഈ ദിവസങ്ങളിൽ, ഈ ആഴ്ചകളിൽ നടക്കുന്ന ഈ സ്റ്റഡി ക്ലാസ് നമ്മുടെ ലൈഫിനെ, നമ്മുടെ ഫ്യൂച്ചറിനെയൊക്കെ പ്രതിപാദിക്കുന്നതായതുകൊണ്ട് ഒന്നുപോലും മിസ് ചെയ്യരുത്. മുഴുവൻ കാണുകയും കേൾക്കുകയും എഴുതിയെടുക്കുകയും ചെയ്യുക. നിങ്ങൾക്ക് മറ്റു ചില ഭാഷകൾ അറിയാമെങ്കിൽ അതിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് മറ്റുള്ളവരെ പഠിപ്പിക്കുക. കാരണം അത്രത്തോളം പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ദൈവവചനത്തിൽ നിന്നും നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഒരു കാര്യം കണ്ടത്, മാതാപിതാക്കന്മാർ കർത്താവിനെ സേവിക്കുവാണെങ്കിൽ, ദൈവത്തെ സേവിക്കുവാണെങ്കിൽ അതിൻ്റെ അനുഗ്രഹം 1000 തലമുറ വരെ കുഞ്ഞുങ്ങൾക്ക് ലഭിക്കും എന്ന് കണ്ടു. അതുപോലെ തന്നെ മാതാപിതാക്കന്മാർ ദൈവത്തിനെതിരെ കൽപ്പനകൾ അനുസരിക്കാതിരുന്നാൽ ആ പണിഷ്മെൻ്റ് അല്ലെങ്കിൽ ആ ശാപം 3-ാമത്തെയും 4-ാമത്തെയും തലമുറ വരെ മനുഷ്യരുടെ മേൽ സന്ദർശിക്കും എന്ന് കാണും. ഇതിനെ വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ ഉപമിക്കാം. നമ്മുടെ എല്ലാം വീടുകളിൽ വാട്ടർ കണക്ഷനുണ്ട്. അപ്പോൾ സാധാരണ ഈ വെള്ളം പമ്പ് ചെയ്ത് റൂഫ് ടോപ്പിലുള്ളൊരു ടാങ്കിൽ കളക്ട് ചെയ്യും. എന്നിട്ട് അവിടെ നിന്നൊരു വലിയ പൈപ്പിലൂടെ താഴേക്ക് കൊണ്ടുവന്ന് അതിനെ ബ്രാഞ്ചുകളാക്കി തിരിച്ച് എല്ലാ മുറികളിലും ബാത്റൂമുകളിലും എവിടെയൊക്കെ വേണോ അവിടെ എല്ലാം അത് എത്തിക്കും. ഇതുപോലെയാണ് പലപ്പോഴും ഒരു തലമുറയിൽ നിന്ന്, അല്ലെങ്കിൽ ഒരു തലമുറയിൽ നിന്ന് അനുഗ്രഹമാകട്ടെ ശാപമാകട്ടെ, വിവിധ പൈപ്പ് ലൈനുകളിലൂടെ പോയി വിവിധ കുടുംബങ്ങളിലേക്ക്, വ്യക്തികളിലേക്ക് അതിങ്ങനെ ഡിസ്ട്രിബ്യൂഷൻ നടന്നുകൊണ്ടിരിക്കും. സ്പിരിച്വലി സ്പീക്കിംഗ്, ദൈവവചനത്തിലൂടെ ചില ഭാഗങ്ങൾ നമുക്കൊന്ന് വേഗത്തിൽ പഠിച്ചു പോകാം. സദൃശവാക്യങ്ങൾ 20 7-ാമത്തെ വചനത്തിൽ നമ്മൾ കാണുന്നത്, ദ റൈച്ചസ് മാൻ ലീഡ്സ് എ ബ്ലെയിംലെസ് ലൈഫ്, ബ്ലെസ്ഡ് ആർ ഹിസ് ചിൽഡ്രൻ ആഫ്റ്റർ ഹിം. സദൃശവാക്യങ്ങൾ 20:7 നമ്മൾ കാണുന്നത്. നീതിമാൻ കുറ്റമില്ലാത്ത ഒരു ജീവിതം ജീവിച്ചാൽ അവൻ്റെ മക്കളും അനുഗ്രഹിക്കപ്പെടും. ആവർത്തന പുസ്തകം 7:9 വചനത്തിൽ നമ്മൾ കാണുന്നത്, Know therefore that the Lord your God is God. He is the faithful God, keeping his covenant of love to 1,000 generations of those who love him and keep his commands. ആകയാൽ നിന്റെ ദൈവമായ യഹോവ തന്നെ ദൈവം, അവൻ തന്നെ സത്യദൈവം എന്ന് നീ അറിയണം. അവൻ തന്നെ സ്നേഹിച്ച് തൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവർക്ക് 1000 തലമുറ വരെ നിയമവും ദയയും പാലിക്കുന്നു. 1000 തലമുറ വരെ നിയമവും ദയയും പാലിക്കുന്നു എന്ന് വെച്ചാൽ അനുഗ്രഹങ്ങൾ. ഇപ്പോൾ സദൃശവാക്യം 20:7 ആവർത്തന 7:9 കാണുന്നത്, മാതാപിതാക്കൾ എന്ത് ചെയ്യുന്നു അത് തലമുറകളിലേക്ക് അതിൻ്റെ അനുഗ്രഹങ്ങൾ പാസ് ഓൺ ചെയ്യണം. 112-ാം സങ്കീർത്തനം 1-2 വചനങ്ങൾ വായിക്കുമ്പോൾ, ബ്ലെസ്ഡ് ഈസ് ദ മാൻ ഹു ഫിയർസ് ദ ലോർഡ്, ഹു ഫൈൻഡ്സ് ഗ്രേറ്റ് ഡിലൈറ്റ് ഇൻ ഹിസ് കമാൻഡ്സ്, ഹിസ് ചിൽഡ്രൻ വിൽ ബി മൈറ്റി in the land. The generation of the upright will be blessed. യഹോവയെ സ്തുതിപ്പിൻ, യഹോവയെ ഭയപ്പെട്ട് അവന്റെ കൽപ്പനകളിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അവന്റെ സന്തതി ഭൂമിയിൽ ബലപ്പെട്ടിരിക്കും, നേരുള്ളവരുടെ തലമുറ അനുഗ്രഹിക്കപ്പെടും. വളരെ ക്ലിയറാണ്, ദൈവത്തിൻ്റെ വചനം വളരെ ക്ലിയറാണ്. മാതാപിതാക്കന്മാർ ദൈവകൽപ്പന ഇഷ്ടപ്പെട്ട് അനുസരിച്ചാൽ അവരുടെ തലമുറകൾ ദേശത്ത് പ്രബലരായിരിക്കും. മാത്രമല്ല, നേരുള്ളവരുടെ തലമുറ അനുഗ്രഹിക്കപ്പെടും. generations of the upright will be blessed. ഇവിടെ എല്ലാം നമ്മൾ കാണുന്നത് അനുഗ്രഹങ്ങൾ ഒരു തലമുറയിൽ നിൽക്കുകയില്ല അടുത്ത തലമുറകളിലേക്ക്. അതുകൊണ്ട് എനിക്കൊരു കാര്യം പറയാനുണ്ട്, ദൈവവചനം അനുസരിക്കുവാൻ, പഠിക്കുവാൻ, ദൈവവചനപ്രകാരം ജീവിക്കാനൊക്കെ നിങ്ങൾ കാണിക്കുന്ന ഉത്സാഹം നിമിത്തം നിങ്ങളുടെ മക്കൾ അനുഗ്രഹിക്കപ്പെടും. ഹല്ലേലൂയ. വിശ്വസിക്കാമോ? മക്കളെ കർത്താവ് അനുഗ്രഹിച്ചിരിക്കും. ഇനി അതേ ഇതിപ്പോൾ നമ്മൾ കണ്ടത് അനുഗ്രഹങ്ങളെക്കുറിച്ച്. ഇനി ശാപങ്ങളെക്കുറിച്ച് എന്താണെന്ന് നോക്കാം. ഡ്യൂട്രോണമി 5:9
ആവർത്തന പുസ്തകം 5:9 നമ്മൾ കാണുന്നത്, യു ഷാൽ നോട്ട് ബൗ ഡൗൺ ടു ദം ഓർ വർഷിപ്പ് ദം, ഫോർ ഐ ദ ലോർഡ് യുവർ ഗോഡ് ആം എ ജലസ് ഗോഡ്, punishing the children for the sin of the fathers to the third and fourth generation of those who hate me. അവയെ നമസ്കരിക്കുകയോ സേവിക്കുകയോ ചെയ്യരുത്. നിന്റെ ദൈവമായ യഹോവ എന്ന ഞാൻ തീക്ഷ്ണതയുള്ള ദൈവമാകുന്നു. എന്നെ പകയ്ക്കുന്നവരിൽ പിതാക്കന്മാരുടെ അകൃത്യം 3-ാമത്തെയും 4-ാമത്തെയും തലമുറ വരെ മക്കളുടെ മേൽ സന്ദർശിക്കുകയും. അവിടെ അവയെ നമസ്കരിക്കരുത്, സേവിക്കരുത്, വിഗ്രഹങ്ങളെക്കുറിച്ച് പറയുന്ന, അന്യദൈവങ്ങളെക്കുറിച്ച് പറയുന്നൊരു ഭാഗമാണ്. അത് ചെയ്താൽ 3-ാമത്തെയും 4-ാമത്തെയും തലമുറ വരെ മക്കളുടെ മേൽ ഒരു സന്ദർശനമുണ്ടാകും, ശിക്ഷയുണ്ടാകും, അല്ലെങ്കിൽ ശാപമുണ്ടാകും. പുറപ്പാട് പുസ്തകം 34:6-7 വചനങ്ങൾ വായിക്കുമ്പോൾ സിമിലർ ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. അവിടെയും 7-ാമത്തെ വചനത്തിലേക്ക് വരുമ്പോൾ ഹി പണിഷസ് ദ ചിൽഡ്രൻ ആൻഡ് ദെയർ ചിൽഡ്രൻ ഫോർ ദ സിൻ ഓഫ് ദ ഫാദേഴ്സ് ടു ദ തേർഡ് ആൻഡ് ഫോർത്ത് ജനറേഷൻ. 3-ാമത്തെയും 4-ാമത്തെയും തലമുറ വരെ മക്കളുടെ മേൽ സന്ദർശിക്കും എന്ന് വെച്ചാൽ ഏകദേശം അതിനെക്കുറിച്ച് കാൽക്കുലേറ്റ് ചെയ്തിട്ട് പറയുന്നത് കുറഞ്ഞത്, ഏറ്റവും കുറഞ്ഞത് 160 വർഷങ്ങളെങ്കിലും ആ ശാപം ഇങ്ങനെ മുന്നിലേക്ക് പോയിക്കൊണ്ടിരിക്കും. 160 വർഷങ്ങളെങ്കിലും കുറഞ്ഞത് പോയിക്കൊണ്ടിരിക്കും. വിലാപങ്ങളുടെ പുസ്തകം എഴുതിയത് ഇരമ്യാ പ്രവാചകനാണ്, ജെർമായ. Lamentations 5:7, our fathers sinned and are no more, but we bear their iniquities. ഞങ്ങളുടെ പിതാക്കന്മാർ പാപം ചെയ്ത് ഇല്ലാതെയായിരിക്കുന്നു, അവരുടെ അകൃത്യങ്ങൾ ഞങ്ങൾ ചുമക്കുന്നു. എന്ന് വെച്ചാൽ ഞങ്ങളുടെ പിതാക്കന്മാർ പാപം ചെയ്തു and they are no more, എന്ന് വെച്ചാൽ അവരിന്ന് ജീവിച്ചിരിപ്പില്ല, അവരെല്ലാം മരിച്ചുപോയി, they passed away, but we bear their iniquities. ഞങ്ങൾ അവരുടെ അകൃത്യങ്ങളെ ചുമക്കുന്നു. ഇനി സങ്കീർത്തനങ്ങൾ 51:5, Psalm 51:5, behold, I was brought forth in iniquity, my mother was sinful, who conceived me. ഇതാ ഞാൻ അകൃത്യത്തിൽ ഉരുവായി, പാപത്തിൽ എൻ്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു. അപ്പോൾ അവിടെയെല്ലാം പാപം അടുത്ത തലമുറയിലേക്ക് പാസ് ഓൺ ചെയ്യുന്നത് കണ്ടോ? അകൃത്യത്തിൽ എൻ്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു എന്ന് വെച്ചാൽ ഞാൻ പിറക്കുമ്പോൾ, ഞാൻ ഉരുവാകുമ്പോൾ തന്നെ പാപം എന്നിൽ കടന്ന് പിടിച്ചു. ഇത് പാസ് ഓൺ ചെയ്ത് ആദം മുതലേ ഇത് പാസ് ഓൺ ചെയ്യാൻ തുടങ്ങി. വന്ന് സകല തലമുറകളിലേക്കും ഇത് വരുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇങ്ങനെ പാസ് ഓൺ ചെയ്ത് കിട്ടുന്ന, ഞാൻ ഏതോ ഒരു ദിവസം പറഞ്ഞെന്നാണ് എൻ്റെ ഓർമ്മ, ഏതെങ്കിലും ഒരു വ്യക്തി, റോഡിലൂടെ പോകുന്നൊരു വ്യക്തി ഇങ്ങനെ വിളിക്കുക, മുമ്പിൽ നിർത്തുക. ആ വ്യക്തിയുടെ പുറകിൽ സ്പിരിച്വലി നമ്മൾ നോക്കുമ്പോൾ, ആത്മീയമായി നമ്മൾ ഡിസേൺ ചെയ്യുകയാണെങ്കിൽ, വിവേചിക്കുകയാണെങ്കിൽ, ആ വ്യക്തിയുടെ പുറകിൽ തൻ്റെ മാതാപിതാക്കന്മാർ, അവരുടെ മാതാപിതാക്കന്മാർ, പൂർവ്വപിതാക്കന്മാർ, അവരുടെ എല്ലാം ആത്മീയമായ ചില ബാക്ക്ഗ്രൗണ്ടുകൾ, പശ്ചാത്തലങ്ങൾ പുറകിലേക്ക് പല ലെയറുകളായി കിടപ്പുണ്ടായിരിക്കും. അപ്പോൾ നൂറ്റാണ്ടുകളായി കൈമാറി കിട്ടിയ പലതിൻ്റെയും ഒരു പശ്ചാത്തലത്തിലാണ് ഒരു വ്യക്തി ഈ ഭൂമിയിൽ ജീവിക്കുന്നത്. ഇതൊന്നും കേട്ട് പേടിക്കണ്ട കേട്ടോ. ക്രിസ്തുവിലേക്ക് വരുമ്പോൾ, കർത്താവിലേക്ക് വരുമ്പോൾ ഇതെല്ലാം നമ്മിൽ നിന്ന് മാറിപ്പോകും. എന്നാൽ ചിലർ അത് വ്യക്തമായി മനസ്സിലാക്കാതെ ആ കരിനിഴലിൽ ജീവിച്ചു പോകും. അതിൽ നിന്ന് ഒരു വിടുതൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിതെല്ലാം പഠിക്കുന്നത്. ഓക്കെ, അങ്ങനെ വരുമ്പോൾ തലമുറകളായുള്ള ശാപങ്ങൾ ഈ പല കുടുംബങ്ങളിലും ഇങ്ങനെ ഓരോരോ തലമുറകളിൽ പാസ് ഓൺ ചെയ്തു പോകുമ്പോൾ പലപ്പോഴും അവരനുഭവിക്കുന്ന ശാപങ്ങളുടെ ഒരു ആകത്തുക പലതരത്തിൽ പ്രതിഫലിക്കാറുണ്ട്. അതിൻ്റെ ഒരു പട്ടിക, കഴിഞ്ഞ ദിവസങ്ങളിൽ ചില പട്ടികൾ, അനുഗ്രഹത്തിൻ്റെ പട്ടിയും ശാപത്തിൻ്റെ പട്ടിയെല്ലാം നമ്മൾ പറഞ്ഞു. എന്നാൽ ഇങ്ങനെ കൈമാറ്റം ചെയ്യപ്പെടുന്ന ശാപങ്ങളിലെ ചില ലക്ഷണങ്ങൾ ഞാൻ പറയുമ്പോൾ, ഒന്നാമത്തേത് ഫ്രീക്വൻറ്റ് ഫെയിലിയേഴ്സ്, തുടർച്ചയായി പരാജയങ്ങൾ. പലരും പറയാറില്ലേ, എവിടെ തൊട്ടാലും പരാജയമാണ്, എവിടെ തൊട്ടാലും പരാജയം. മറ്റൊന്നാണ് ഫ്രീക്വൻറ്റ് ആക്സിഡൻറ്റ്സ്. ചില ആളുകളുടെ ജീവിതത്തിൽ കൂടെ അപകടങ്ങൾ. ഒരിക്കലും അങ്ങനൊരു പ്രയാസം, ഒരു അപകടം അവിടെ വരേണ്ട ഒരു കാരണമില്ല, പക്ഷെ പെട്ടെന്നൊരു അപകടം. ഇങ്ങനെയുള്ള അവസ്ഥകൾ. മറ്റൊന്നാണ് വയലൻസ് ആൻഡ് ആങ്കർ ദാറ്റ് റൺസ് ഇൻ ദ ഫാമിലി. കുടുംബത്തിലൂടെ പോകുന്ന വയലൻസ്, അക്രമങ്ങളും ക്രോധവും അങ്ങനെയുള്ള കാര്യങ്ങൾ. സെക്ഷൽ ടെൻഡൻസീസ് ഫ്രം വെരി യങ് ഏജ്, വളരെ കൊച്ചു കുട്ടികൾ ആയിരിക്കുമ്പോൾ തന്നെ സെക്ഷൽ ടെൻഡൻസീസ്, ലൈംഗിക പ്രവണതകൾ കാണിക്കുക. ബാരനസ്, ഇൻഫെർട്ടിലിറ്റി, കുഞ്ഞുങ്ങളില്ലാത്ത വന്ധ്യത, ക്രോണിക് ഫൈനാൻഷ്യൽ പ്രോബ്ലംസ്, പോവർട്ടി, എക്സെട്ര. നിരന്തരമായ സാമ്പത്തിക പ്രശ്നങ്ങൾ, ഒരു തരത്തിലും ഗതി പിടിക്കാനോ കരകയറാനോ കഴിയുന്നില്ല. മാരിറ്റൽ പ്രോബ്ലംസ്, വൈവാഹിക പ്രശ്നങ്ങൾ, ക്രോണിക് സിക്നസ്, തുടർച്ചയായ രോഗങ്ങൾ, അതുപോലെ പ്രീമേച്വർ ഡെത്ത്,
സൂയിസൈഡ്സ്, അൺനാച്ചുറൽ ഡെത്ത്സ്, അങ്ങനെയുള്ളത്, അകാല മൃത്യു, അകാല ചരമം, പെട്ടെന്ന് മരിച്ചു പോവുക, അതുപോലെ ആത്മഹത്യകൾ നടക്കുക, അസ്വാഭാവികമായ മരണങ്ങൾ നടക്കുക, അതുപോലെ ഇമോഷണൽ ഇൻസ്റ്റെബിലിറ്റി, മെൻ്റൽ ഇൽനസ്, മാനസികമായ ബുദ്ധിമുട്ടുകൾ, എല്ലാ ഭാഗങ്ങളിൽ നിന്നുള്ള തിരസ്കരണങ്ങൾ, ഇതൊക്കെ ഈ ലിസ്റ്റ് കേട്ടതുകൊണ്ട് പേടിക്കൊന്നും വേണ്ട. ഇതൊക്കെ ആവർത്തിച്ച് ഒരു തരത്തിലും രക്ഷപ്പെടാൻ കഴിയാതെ ഇങ്ങനെ കുടുംബങ്ങളിൽ കിടന്ന് സർക്കുലേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ സംശയിക്കണം, തലമുറകളായുള്ള ശാപങ്ങൾ ആ കുടുംബത്തിൽ പ്രവർത്തിക്കുന്നുണ്ടോ. ഞാൻ ആദ്യം മുതൽ സ്ഥാപിച്ച ഒരു കാര്യമാണ്, എല്ലാ ശാപങ്ങളുടെയും ഒറിജിൻ എന്ന് പറയുന്നത് ഡിസൊബീഡിയൻസ് ടു ഗോഡ്, ദൈവത്തോടുള്ള അനുസരണക്കേടാണ്. അത് ഏദൻ തോട്ടത്തിൽ തുടങ്ങിയതാണ്. എവിടെ അനുസരണക്കേട് കാണിച്ചോ അവിടെ നിന്നാണ് തുടങ്ങുന്നത്. എന്നാൽ ഈ ഡിസൊബീഡിയൻസ് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്. ഒരുപക്ഷെ നിങ്ങൾ ആദ്യമായി ട്യൂൺ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് കൂടെ ഞാൻ പറയുകയാണ്. ഈ ഡിസൊബീഡിയൻസ് 3 തരത്തിൽ സാധാരണ വരാറുണ്ട്, 3 ഗ്രേഡിൽ വരാറുണ്ട്. 34-ാമത്തെ അധ്യായം 7-ാമത്തെ വചനം പുറപ്പാട് പുസ്തകത്തിൽ നമ്മൾ കാണുന്നത്, എക്സഡസ് 34:7 നമ്മൾ കാണുന്നത്, കീപ്പിംഗ് mercy for thousands, forgiving iniquity, transgression and sin. 1000 ദയ പാലിക്കുന്നവൻ, അകൃത്യവും അതിക്രമവും പാപവും ക്ഷമിക്കുന്നവൻ. എന്തൊക്കെയാണ്? അകൃത്യമുണ്ട്, അതിക്രമമുണ്ട്, പാപവും ക്ഷമിക്കുന്നവൻ. ഇത് 3 ആക്കി അവിടെ പറഞ്ഞിട്ടുണ്ട്. ഇത് 3 എന്താണ്? അനുസരണക്കേടാണ്. പക്ഷെ 3 ആക്കി അവിടെ പറഞ്ഞിരിക്കുന്നു. 1 ഇനിക്വിറ്റി, 2 ട്രാൻസ്ഗ്രഷൻ, 3 സിൻ. 3 വ്യത്യസ്ത വാക്കുകളാണ് അതിന് ഉപയോഗിച്ചിരിക്കുന്നത്. ഇംഗ്ലീഷിലാണെങ്കിൽ ഇനിക്വിറ്റി, ട്രാൻസ്ഗ്രഷൻ, സിൻ. മലയാളത്തിലാണെങ്കിൽ അകൃത്യം, അതിക്രമം, പാപം. 3 ഗ്രേഡാണ്. ഇത് തന്നെ സങ്കീർത്തനം 32 1-2 വചനങ്ങളിലേക്ക് പോകുമ്പോൾ അവിടെയും ചിലത് കാണാം. Psalm 32:1 and 2. Blessed is he whose transgression is forgiven and whose sin is covered. Blessed is the man to whom the Lord does not impute iniquity and in whose spirit there is no deceit. ലംഘനം ക്ഷമിച്ചു. ലംഘനം എന്ന് പറയുന്നത് ട്രാൻസ്ഗ്രഷൻ, നേരത്തെ പറഞ്ഞ അതിക്രമമാണ്. സെയിം തന്നെയാണ് ലംഘനം. പാപം മറച്ചു, സിൻ അല്ലേ? സിൻ. അതുപോലെ രണ്ടാമത്തെ വചനം, യഹോവ അകൃത്യം കണക്കിടാതെ. 3 കാര്യങ്ങൾ കണ്ടോ? ബൈബിൾ പല സ്ഥലങ്ങളിലും ഇതിങ്ങനെ തരം തിരിച്ച് എഴുതിയിട്ട് 3 ആക്കി പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ താഴത്തു നിന്ന് മുകളിലേക്ക് പോവുകയാണെങ്കിൽ ഇങ്ങനെ പറയേണ്ടി വരും, സിൻ, ട്രാൻസ്ഗ്രഷൻ, ഇനിക്വിറ്റി. സിൻ ആണ് ഫസ്റ്റ് ലെവൽ. അതിനേക്കാൾ അല്പം കൂടി കൂടിയ സാധനമാണ് ട്രാൻസ്ഗ്രഷൻ എന്ന് വെച്ചാൽ അതിക്രമം. അതിനേക്കാൾ കൂടിയതാണ് ഇനിക്വിറ്റി അഥവാ അകൃത്യം. ഇത് 3 ആണ്. ഈ ഇനിക്വിറ്റി എന്ന് പറയുന്നത് സൂപ്പർലേറ്റീവ് ഡിഗ്രിയാണ്, ഏറ്റവും കൂടിയ സാധനമാണ്. അനുസരണക്കേടിൻ്റെ ഏറ്റവും കടന്ന ഗ്രേഡ് കൂടിയതാണ് ഇനിക്വിറ്റി. എല്ലാവരും ഒന്ന് പറഞ്ഞു, പാപം, അതിക്രമം, പിന്നെന്താണ്? അകൃത്യം. അതിക്രമത്തിന് വേണമെങ്കിൽ ലംഘനം എന്നും കൂടി പറയാം. രണ്ടും സെയിമാണ്. ഇനി എന്താണ് ഈ തമ്മിലുള്ള വ്യത്യാസം എന്ന് അറിഞ്ഞാലാണ് ശാപം എവിടെ നിന്നാണ് തുടങ്ങുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഒന്നാമത്തേത് താഴെ തുടങ്ങാം, സിൻ, പാപം. ഗ്രീക്കിൽ ഹമാർത്തിയ എന്നുള്ള വേർഡ്, പല വാക്കുകളുണ്ട്, പക്ഷേ മെയിനായി ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ഹമാർത്തിയ. ഹമാർത്തിയ എന്ന് ഗ്രീക്കിൽ പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ടു മിസ് ദ മാർക്ക് എന്നാണ്. ലക്ഷ്യം തെറ്റിപ്പോവുക, ഉന്നം തെറ്റിപ്പോവുക, അല്ലെങ്കിൽ ശരിയായ പാതയിൽ നിന്നും വ്യതിചലിച്ചു പോവുക. ഇതൊക്കെയാണ് ഇതിൻ്റെ അർത്ഥം. ഇത് സൂചിപ്പിക്കുന്നത് ഓൾ റോങ് ആക്ട്സ് കമ്മിറ്റഡ് വിതൗട്ട് ലോ. ഒരു പ്രമാണമില്ലാതെ, ന്യായപ്രമാണമില്ലാതെ, കൽപ്പനയില്ലാതെ തന്നെ ഒരു മനുഷ്യൻ ചെയ്യുന്ന ഏത് തെറ്റായ പ്രവൃത്തിയും സിന്നാണ്, പാപമാണ്. റോമാലേഖനം 15:13 നമ്മൾ കാണുന്നത്, റോമൻസ് 5:13, ബിഫോർ ദ ലോ വാസ് ഗിവൺ സിൻ വാസ് ഇൻ ദ വേൾഡ് എന്ന് പറഞ്ഞാൽ മോശയിലൂടെ ന്യായപ്രമാണം ഈ ഭൂമിയിലേക്ക് വരുന്നതിന് മുൻപും പാപം ഉണ്ടായിരുന്നു ഈ ഭൂമിയിൽ. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ ഈ ഒരു കൽപ്പന ഇല്ലെങ്കിൽ പോലും തെറ്റായ ഒരു കാര്യം ആരെങ്കിലും അറിഞ്ഞോ അറിയാതെ ചെയ്താൽ അത് തെറ്റാണ്. അപ്പോൾ എല്ലാ തെറ്റായ പ്രവൃത്തികളും ഒരു കൽപ്പന ഉണ്ടെങ്കിൽ ഇല്ലേലും ചെയ്താൽ അതിനെയാണ് നമ്മൾ സിംപ്ലി സിൻ, പാപം എന്ന് പറയുന്നത്. ഇനി അടുത്ത ലെവലിലേക്ക് വരാൻ പോവാം. അടുത്ത ലെവലാണ് ട്രാൻസ്ഗ്രഷൻ. ഇതിൻ്റെ മറ്റു ചില ട്രാൻസ്ലേഷനുകളിൽ ട്രെസ്പാസ് എന്ന് പറയുന്നുണ്ട്, അതിക്രമം അല്ലെങ്കിൽ ലംഘനം. ഇതിനെ പറാബൈസിസ് എന്നാണ് ഗ്രീക്ക് ഭാഷയിൽ ഒരു വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ടു ഗോ ഓവർ എ ബാരിയർ. ഏതെങ്കിലും ഒരു എന്താ പറയുക, അതിർവരമ്പ് വെച്ചു. ഒരു അതിർവരമ്പ് വെച്ചാൽ അതിനപ്പുറത്തേക്ക് പോകുന്നതിനെയാണ് എന്ത് പറയുന്നത്? ട്രെസ്പാസ്, ട്രാൻസ്ഗ്രഷൻ എന്ന് പറയും.
ട്രെസ്പാസ് ചെയ്യരുതെന്ന് നമ്മൾ എപ്പോഴും എല്ലായിടത്തും കാണാറുണ്ട്. Trespassers will be prosecuted എന്ന് പറയുന്നത് പോലെ അതിക്രമിച്ച് കിടക്കുന്നത് ശിക്ഷാർഹമാണ്. പല ഒരു വേലിക്കെട്ട് ഉണ്ടാക്കിയിട്ട് അവിടെ ഒരു ബോർഡ് വയ്ക്കും, ഈ അതിർ ലംഘിക്കരുത്. അതാണ് അതിൻ്റെ അർത്ഥം. ദൈവം മനുഷ്യനോട് പറയുകയാണ് ഇവിടെ വരെ പോകാവൂ, അതിൻ്റെ അപ്പുറത്തോട്ട് പോകരുത്. പക്ഷേ അത് ലംഘിച്ച് അതിനപ്പുറത്തോട്ട് പോകുന്നതെല്ലാം ട്രെസ്പാസ് അല്ലെങ്കിൽ ട്രാൻസ്ഗ്രഷനാണ്. അതിനെയാണ് അതിക്രമം, ലംഘനം എന്ന് നമ്മൾ പറയുന്നത്. ഇത് എവിടെയാണ് ആപ്ലിക്കബിൾ ആകുന്നത്? ദൈവകൽപ്പന ഉള്ളപ്പോൾ മാത്രമാണ്. ദൈവം പറയണം അത് ചെയ്യരുത്, പക്ഷെ ഒരാളത് ചെയ്യുന്നു. അപ്പോൾ എന്ത് ചെയ്തു? അതിക്രമിച്ചു. ദൈവകൽപ്പനയെ അതിക്രമിച്ച് മുന്നിലേക്ക് പോയി. സോ റോങ് ആക്ട്സ് കമ്മിറ്റഡ് ഇൻ ഓപ്പൺ ഡിസൊബീഡിയൻസ് ടു ദ ലോ. ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തിനെതിരെ ദൈവം കൽപ്പിച്ചിട്ടുള്ള കൽപ്പനകൾക്ക് അപ്പുറത്തേക്ക് പോകുന്നതിനെ എല്ലാത്തിനെയും നമ്മൾ ട്രാൻസ്ഗ്രഷൻ എന്ന് പറയും. റോമാലേഖനം 4:15 നമ്മൾ കാണുന്നത് Romans 4:15 where there is no law there is no transgression എന്ന് വെച്ചാൽ ന്യായപ്രമാണം ഇല്ലാത്തിടത്ത് ലംഘനവുമില്ല. ന്യായപ്രമാണം ഉണ്ടെങ്കിൽ ലംഘനമുണ്ട്, കൽപ്പനകളുണ്ടെങ്കിൽ ലംഘനമുണ്ട്. അതാണ് അതിൻ്റെ അർത്ഥം. മൂന്നാമത്തേതിലേക്ക് വരാം. മൂന്നാമത്തേത് എന്താണ്? ഇതിൻ്റെ സൂപ്പർലേറ്റീവ് ഡിഗ്രി, അകൃത്യം, ഇനിക്വിറ്റി. നോമിയ എന്ന വാക്കാണ് ഗ്രീക്കിൽ അതിന് ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ പേര് ഇത് എന്താണെന്ന് ചോദിച്ചാൽ ലോലെസ്നെസ്. നമ്മൾ മലയാളത്തിൽ അരാജകത്വം എന്ന് പറയും. എന്ന് പറഞ്ഞാൽ സകല നിയമങ്ങളെയും കാറ്റിൽ പറത്തിക്കൊണ്ടുള്ളൊരു ജീവിതം എന്ന് വെച്ചാൽ ഗോയിങ് കംപ്ലീറ്റ്ലി എസ്ട്രേ ഫ്രം ഗോഡ്. ദൈവത്തിൽ നിന്നും മാറി അങ്ങ് പോവുക. ഞാൻ സാധാരണ ഇങ്ങനെ പറയാറുണ്ട്, അനേകരും ലക്ഷങ്ങൾ ജീവിക്കുന്നത് പ്രകാശവർഷങ്ങൾ അകലെയാണ് ദൈവത്തിൽ നിന്നും കംപ്ലീറ്റ്ലി മാറിയുള്ള ഒരു ജീവിതം. അതിനെ വേണമെങ്കിൽ ഇങ്ങനെ പറയാം, റിപ്പീറ്റഡ് സിൻ ആൻഡ് റിപ്പീറ്റഡ് ട്രാൻസ്ഗ്രഷൻ. ആവർത്തിച്ച് പാപം ചെയ്ത്, പാപമാണെന്ന് പോലും അറിഞ്ഞോ അറിയാതെയോ ചെയ്ത് മുന്നിലേക്ക് പോവുക. ഒരു പാപം അനേക പ്രാവശ്യം ചെയ്താൽ അതെന്തായി മാറും? ആ പാപമല്ലാത്ത പോലെയാവും, ഒരു ശീലമായി മാറും, ലൈഫ് സ്റ്റൈലായി മാറും. അപ്പോൾ അതിനെ നമ്മൾ ലൈഫ് സ്റ്റൈൽ സിൻസ് എന്ന് പറയും. പല കൾച്ചറുകളിലും ദൈവവചനത്തിൽ പാപമെന്ന് വിളിക്കുന്നത് അവർക്ക് പാപമേ അല്ല, ഇറ്റ്സ് എ പാർട്ട് ഓഫ് അവർ കൾച്ചർ. അതുപോലെ ഹാബിച്വൽ സിൻസ്, സിൻഫുൾ പാറ്റേൺ ഓഫ് ബിഹേവിയർ, പെർവേഴ്സിറ്റി, ക്രൂക്കഡ്നെസ് എന്നൊക്കെ ഇതിനെ നമുക്ക് പറയാം. അപ്പോൾ ഈ ഇനിക്വിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇനിക്വിറ്റി എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി ദൈവത്തെയും വിട്ട് ദൈവകൽപ്പനകളും നോക്കാതെ അൺസ്ക്രൂപ്പുലസ്സായി അകത്ത് മനസാക്ഷിക്കുത്ത് പോലും ഇല്ലാതെ ആ പാപത്തിൽ ആണ്ട് ജീവിക്കുക. അതിന് ഇങ്ങനെയൊക്കെ ചിലപ്പോൾ പറയാറുണ്ട്, ഇടം കൈയെന്നോ വലം കൈയെന്നോ അറിയാതെ പാപത്തെ പച്ചവെള്ളം പോലെ മോന്തി കുടിക്കുന്ന, പാപത്തെ വണ്ടിക്കയറുകൾ കൊണ്ടുവന്നതുപോലെ വലിക്കുന്ന, പാപത്തിൽ മുഴുകി അത് ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി ദൈവത്തിൽ നിന്ന് അകന്ന് ജീവിക്കുന്ന ഒരവസ്ഥ. അതിനെയാണ് ഇനിക്വിറ്റി അല്ലെങ്കിൽ അകൃത്യം എന്ന് പറയുന്നത്. എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത്, വചനം പഠിക്കുമ്പോൾ സ്ക്രിപ്ചറലി ഈ അകൃത്യമാണ് ശാപം കൊണ്ടുവരുന്നത്. അതിനാണ് ഇത്രയും പറഞ്ഞത്. 3 ടൈപ്പ് അനുസരണക്കേട് പറഞ്ഞു. ഏതൊക്കെയാണ്? സാധാരണ പാവങ്ങൾ, പിന്നെന്താണ്? അതിക്രമം, ലംഘനം എന്ന് വെച്ചാൽ കൽപ്പനകൾ പൊട്ടിക്കുക. അടുത്തതാണ് ഇനിക്വിറ്റി എന്ന് വെച്ചാൽ പാപവും ലംഘനങ്ങളും ആവർത്തിച്ച് ചെയ്ത് ചിലരൊക്കെ തലമുറകളായി അത് തെറ്റാണെന്ന് പോലും അറിയാതെ പാപത്തിൽ മുങ്ങിക്കുളിച്ച് ജീവിക്കുന്ന അവസ്ഥ. ഇതാണ് ജനറേഷണൽ കേഴ്സസ് കൊണ്ടുവരുന്നത്. നമ്മൾ ചിന്തിക്കാൻ തുടങ്ങിയത് എന്താണെന്ന് ഓർമ്മയുണ്ടോ? മാതാപിതാക്കൾ പാപം ചെയ്താൽ മക്കളുടെ മേൽ ശാപം വരുമോ? വചനം എന്താ പറയുന്നത്? മാതാപിതാക്കളുടെ അകൃത്യങ്ങൾ, സാധാരണ അതൊന്നും ചെയ്യുന്ന പാപങ്ങളെക്കുറിച്ചല്ല പറയുന്നത്. ഇനിക്വിറ്റീസ്, അത് മക്കളുടെ മേൽ ശാപങ്ങളായി തുടർന്നുകൊണ്ടിരിക്കും. ഞാനൊരു കൊച്ചുദാഹരണം പറയാൻ ആഗ്രഹിക്കുന്നു. ഇത്രേ ഉള്ളൂ. പറയട്ടെ, ഒരു വീട്ടിലൊരു മോൻ ജനിച്ചു വളർന്നുകൊണ്ടിരിക്കുക. അപ്പോൾ അവൻ്റെ ജീവിതത്തിൽ അവന് ചെറുതാണ്, കുട്ടിയാണ്. കുട്ടികൾ തെറ്റ് ചെയ്യും, തെറ്റാണെന്ന് പോലും അറിയാൻ പറ്റില്ല. ഇപ്പം ഞാൻ പറയട്ടെ, ഏതെങ്കിലും ഒരു വീട്ടിൽ ഒരു അമ്മയോ അപ്പനോ ഡാഡിയോ മമ്മിയോ ഇരുന്ന് കുട്ടികളെ ഇരുത്തി കള്ളം പറയാൻ പഠിപ്പിക്കാറുണ്ട്? ഒന്നും ചെയ്യാറില്ല. ഒരു ട്രെയിനിങ് കൊടുക്കുക, എങ്ങനെയാണ് കള്ളം പറയേണ്ടത് ഇന്ന് ഞാൻ പഠിപ്പിക്കാൻ പോയെന്ന് പറഞ്ഞ് ഈ ഒന്നും പറയണ്ട. പഞ്ചസാര പാത്രത്തിൽ പോയി കൈയിട്ട് തിന്ന ശേഷം പറഞ്ഞ നീ തിന്നോ? നോ പപ്പ, നോ പപ്പ. മനസ്സിലായോ? ഈറ്റിംഗ് ഷുഗർ, നോ പപ്പ. അതൊന്നും ആരും പ്രത്യേകിച്ച് പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. അപ്പം അങ്ങനെ ഉള്ളൊരു വാസന. ഇനി അടുത്തത്, അവൻ വളർന്നു വരുന്ന സമയത്ത് അപ്പം മോനോട് പറയാം, പഠിക്കാനൊക്കെ പോകും, സ്കൂളിൽ പോവുക. അപ്പോൾ എടാ നീ പൊളിറ്റിക്സിലൊന്നും പോകണ്ട, വേണ്ടാത്ത പരിപാടികൾക്കൊന്നും പോകരുത്, കുട്ടികളുമായിട്ട് സിനിമയ്ക്ക് പോകരുത്. അതൊക്കെ എന്താണ്? ബാരിയർ, ഒരു അതിർവരമ്പ് വെക്കുക. നീ പഠിക്കാൻ പോവുക, സ്കൂളിൽ പോവുക, വരിക. പക്ഷെ എന്ത് ചെയ്യരുത്? സിനിമയ്ക്ക് പോകരുത്, അവിടെ പോകരുത്, ഇവിടെ പോകരുത് എന്ന് പറഞ്ഞേക്കുക. മൊബൈൽ ഉപയോഗിക്കരുത്, മൊബൈലിൽ നീ കളിക്കരുത്,
പക്ഷെ അത് വിട്ടുപോയാൽ അതെന്താ? ട്രസ്പാസ്, ട്രാൻസ്ഗ്രഷൻ, അതിക്രമം, ലംഘനം, അതിക്രമിച്ചു പോയി. എന്നാൽ അടുത്ത ലെവൽ, അവൻ കോളേജിലെത്തിക്കഴിഞ്ഞപ്പോൾ ഡ്രഗ്സും പെമ്പിള്ളേരും വേണ്ടാത്തതും എല്ലാമായി അവനങ്ങനെ പാപത്തിൽ മുഴുകി ജീവിക്കുന്നൊരവസ്ഥയിലേക്ക് വരുമ്പോൾ അതെന്താണ്? ഇനിക്വിറ്റി ലെവലിലെത്തി. ദൈവവും വേണ്ട, മനുഷ്യരും വേണ്ട, എല്ലാവരോടും മത്സരിച്ച് ജീവിക്കുന്നൊരവസ്ഥ. അത് ആ തേർഡ് ലെവലാണ് പ്രോബ്ലം. തലമുറകളിലേക്ക് വരുന്ന ശാപങ്ങളായി അത് മാറും എന്നാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. സോ ഇനിക്വിറ്റി ഹാസ് സംതിങ് ടു ഡു വിത്ത് അവർ ഫ്യൂച്ചർ ജനറേഷൻസ്. അകൃത്യങ്ങൾ ചെയ്ത് ജീവിക്കുന്നവർ ഓർക്കണം, അടുത്ത തലമുറകളെ ബാധിക്കുന്ന ഒരു പ്രശ്നത്തിലാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇറ്റ് ലീഡ്സ് ടു ജനറേഷണൽ കഴ്സസ്. ഏകദേശം ക്ലിയറായി തോന്നിയല്ലോ, മനസ്സിലായല്ലോ. ഇനി ഇത് കേട്ട് അടങ്ങിയിട്ട് ഇവിടെ നമുക്ക് ഇങ്ങനെ അവസാനിപ്പിച്ചാൽ ശരിയാവില്ല. ഇതിൻ്റെ പരിഹാരത്തിലേക്ക് നമുക്ക് പോകണം. പക്ഷേ നമുക്ക് ഇന്ന് സമയമില്ലാത്ത നാളെ അതിലേക്കൊക്കെ നമ്മൾ കയറാൻ പോവുകയാണ്. ഈ ആഴ്ചയിലെ ഓരോ എപ്പിസോഡുകളും ബിൽഡ് ചെയ്താണ് നമ്മൾ പോകുന്നത്. എങ്ങനെ ജനറേഷണൽ കേഴ്സസിൽ നിന്നും അല്ലെങ്കിൽ തലമുറകളായുള്ള പാരമ്പര്യ ശാപങ്ങളിൽ നിന്നും എങ്ങനെ നമുക്ക് പുറത്ത് കിടക്കാം. ഞാനൊരു കാര്യം പറയാം. ഈ സ്റ്റഡി കൃത്യമായി നിങ്ങളുടെ അകത്തോട്ട് കയറി കഴിഞ്ഞാൽ, വചനം ഗ്രഹിച്ചു കഴിഞ്ഞാൽ, ഞാനിങ്ങനെ വിശ്വസിക്കുന്നു, ഈ ആഴ്ചയിൽ നിങ്ങളുടെ വിടുതൽ തുടങ്ങുകയാണ്. ഈ സ്റ്റഡി നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ ആഴ്ചയിൽ നിങ്ങളുടെ വിടുതലുകൾ തുടങ്ങാൻ പോകുകയാണ്. എന്ന് വെച്ചാൽ നിങ്ങളുടെ മാത്രമല്ല, നിങ്ങളുടെ മുമ്പിലേക്കുള്ള തലമുറകളുടെ വിടുതൽ ഈ ആഴ്ചയിൽ തുടങ്ങിയാണ്. Hallelujah. I'm so excited.